Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. വെൽക്കം ടു TOB. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഇതാ ഇവിടെ ഈ ചെറിയ ക്ലാസ് റൂം സന്നിഹിതരാണ്. നിങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും മാധ്യസ്ഥവും നമുക്ക് തേടാം. കാരണം തിയോളജി ഓഫ് ദ ബോഡിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനിവാര്യമാണ്. വിത്തൗട്ട് മദർ മേരി ദർ ഈസ് നോ തിയോളജി ഓഫ് ദ ബോഡി. അപ്പോൾ ഈ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം നമുക്ക് തേടാം. അമ്മ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ എന്താണ് യഥാർത്ഥമായ സന്തോഷം, വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്, ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് യഥാർത്ഥമായ സന്തോഷം? മനസ്സിന്റെ തൃപ്തിയാണ് സർ. മനസ്സിന്റെ തൃപ്തി, അംഗീകാരം കിട്ടുന്നതാണ്. അംഗീകാരം കിട്ടുന്നത് ശരിയായിട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ മനസ്സിന്റെ സന്തോഷം. ഓക്കെ. സ്നേഹം കൊടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. എല്ലാവരെയും സ്നേഹിക്കുകയും അവരിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടുകയും ചെയ്യുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കണം, അവരിൽ നിന്ന് സ്നേഹം കിട്ടണം. ഓക്കെ. അപ്പോൾ അത് സന്തോഷമായിട്ട് മാറും. നമുക്ക് എന്തെങ്കിലും കിട്ടാത്തത് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുമ്പോൾ അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് യഥാർത്ഥ സന്തോഷമെന്ന് സാധാരണ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വിഭിന്ന ഡൈമെൻഷനിൽ നിങ്ങൾ പറഞ്ഞതാണ്. ഇതിൻ്റെ തെറ്റോ ശരിയോ ഒന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. നമുക്കിനി എന്താണ് യഥാർത്ഥ സന്തോഷമെന്ന് കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. റെഡിയാണല്ലോ? ഓക്കെ. നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. നമ്മുടെ വിഷ്വൽ. അപ്പോൾ നമ്മളെല്ലാവരും തേടുന്നത് സന്തോഷമാണ് ഈ ലോകത്തിൽ, അല്ലേ? സന്തോഷം വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോഴേ യൂഡമോണിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ മൂലപദം അതാണ്. അതിൻ്റെ അർത്ഥം സംതൃപ്തി എന്നാണ്. സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ അത് പറഞ്ഞു സാറ്റിസ്ഫാക്ഷൻ എന്ന്. പക്ഷെ നമുക്കിനി നോക്കണം എങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷനാണ്, എങ്ങനെയാണ് ഇത് കുറേ കൂടെ നമുക്ക് വിശകലനമായിട്ട് നമുക്ക് നോക്കുക ഇവിടെ ചെയ്യുന്നത്. അപ്പോഴേ ഇനി വേറൊരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. അത് ചോദിക്കുമ്പോൾ ഇത് കുറേ കൂടെ ക്ലിയർ ആകും നമുക്ക്. എന്താണ് ഈ ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റ്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആരാ പറയുന്നത്? എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്? ദുഃഖം. പറഞ്ഞോ. വേദന, സങ്കടം, അംഗീകാരമില്ലായ്മ, വിഷമം. ഓക്കെ. സങ്കടം. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള റിയലിസ്റ്റിക് അപ്രോച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നിരാശ, മനസ്സിൻ്റെ അസംതൃപ്തി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡാണ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണെന്നുള്ളതിൻ്റെ വല്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ?
അപ്പം ഞാൻ ഇതിനൊരു ഹിൻഡ് തരാം. ഹിൻഡ് ഇതാണ്, ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് പുറപ്പെടുന്നത്. അപ്പം നിങ്ങൾ പലരും പറഞ്ഞു വേറൊരാൾ സ്നേഹിച്ചില്ലേൽ അല്ലെ സങ്കടം, ഇതൊക്കെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ, ഇല്ലേ? നമുക്ക് രോഗം വരുന്നു, നമുക്ക് ദുഃഖം വരുന്നു, അല്ലെങ്കിൽ പണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വേറൊരു അവസ്ഥ, ഇതെല്ലാം പുറമേയുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ഓക്കെ, പക്ഷേ യഥാർത്ഥമായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഉള്ളിൽ നിന്നാണ്. നമ്മളെല്ലാം അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടും എന്താണെന്നുള്ളത്. എന്താണ് ശരിക്കും ഓപ്പോസിറ്റ്? ഈ ഒരു സംതൃപ്തിയുടെ ഓപ്പോസിറ്റായിട്ട് എന്താ വരുന്നത്? പെട്ടെന്ന് കിട്ടും. ഒരു എംറ്റിനെസ് തോന്നാറില്ലേ? ഒരു ശൂന്യത. പല മാതാപിതാക്കളും പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇപ്പോഴും ഒരു ശൂന്യതയാണ്. അവരൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എന്നാലും എന്തോ ഒരു ശൂന്യത, ഇല്ലേ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, എത്രമാത്രം സ്നേഹിക്കുന്നു, എന്നാലും അവർ പറയുന്നു ദർ ഈസ് സംതിങ് ലാക്കിങ്, ഒരു ശൂന്യത. ചിലപ്പോഴൊക്കെ ഈ ശൂന്യത നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്, ഇല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ്? ശൂന്യത. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. ശൂന്യതയാണ് സന്തോഷത്തിൻ്റെ വിപരീതത. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇനിയും ഈ സന്തോഷം കത്തോലിക്കാ സഭ പറയുന്ന അതൊരു പുണ്യമാണ്. ഇറ്റ് ഈസ് എ വെർച്യു. അത് ഒരു വെർച്യു ആണ്. അപ്പം നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. നമുക്ക് ഒന്ന് വായിക്കാവോ? ആരെങ്കിലും വായിക്കാവോ? സന്തോഷം ഒരു പുണ്യമാണ്. ഓക്കെ. ലാറ്റിൻ പദമായ വിർ എന്നിൽ നിന്നാണ് വിർച്യു എന്ന ഇംഗ്ലീഷ് പദം രൂപമെടുത്തത്. വീർ എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. യെസ്, അതായത് വീർ എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് വിർച്യു കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു പുണ്യമാണ്, അത് തെറ്റല്ല, അത് നല്ലൊരു കാര്യമാണ്. സോ എങ്ങനെയാണ് ഇവിടെ നമുക്ക് സന്തോഷം കൂടുതൽ, എത്രത്തോളം കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടാൻ സാധിക്കുന്നതിനുള്ള സാധ്യത ഇവിടെ പറയുകയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നിങ്ങളൊരു മനുഷ്യനായിരിക്കണം. അപ്പം നമ്മൾ മനുഷ്യനെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ശരീരം, ആത്മാവ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ ഹ്യൂമൻ? ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം മനുഷ്യനായിരിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചുരുക്കി പറഞ്ഞ സന്തോഷത്തിൻ്റെ ഉറവിടവും ഇരിക്കുന്നത്. അതൊരു പുണ്യമാണ്. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുക. ഒരു എക്സാമ്പിള് വിഷ്വലിലേക്ക് നോക്കുക. നിങ്ങൾ ഇവിടെ ആരെയാണ് കാണുന്നത്? നിങ്ങൾ മദർ തെരേസ. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റളവിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധിയായ മദർ തെരേസ ഓഫ് കൽക്കട്ട. എന്തായിരുന്നു മദർ തെരേസയുടെ പ്രത്യേകത? എന്തായിരുന്നു ഇവിടെ? എന്തായിരുന്നു? തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പങ്കിട്ടുകൊണ്ടുകൊണ്ട് സ്വയം ദാനമായി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. എന്താണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത കണ്ടത്? സ്വയം ദാനമായി കൊടുക്കുന്ന സ്നേഹം. അപ്പം മദർ തെരേസ അങ്ങേയറ്റം സന്തോഷിച്ചത് എത്രത്തോളം കൂടുതൽ സ്വയം ദാനമായിട്ട് മറ്റുള്ളവർക്ക് തന്നെ കൊടുക്കുവാൻ സാധിക്കും, അതിലാണ് മദർ തെരേസ സന്തോഷം കണ്ടെത്തിയത്. അവിടെയാണ് മദർ തെരേസ ഒരു യഥാർത്ഥ മനുഷ്യ വ്യക്തിയായി മറ്റുള്ളവരുടെ മുമ്പിൽ. ഒരിക്കൽ നിങ്ങൾക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ഒരു മരിക്കാറായ അങ്ങ് രോഗവും മറ്റ് അസ്വസ്ഥതകളും ഒക്കെയായിട്ട് ശരീരമൊക്കെ ചീഞ്ഞളിഞ്ഞ ഒരു വ്യക്തി മദർ തെരേസ എടുത്ത് ഉമ്മ വെക്കുന്നു. കോരി ഉമ്മ കൊടുക്കുമ്പോൾ മദർ തെരേസയുടെ കഴുത്തിലുള്ള കുരിശ് അയാൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് ആരായത്? മദർ തെരേസ പറഞ്ഞു, ഇതാണ് ഈശോ, എനിക്കും നിനക്കും വേണ്ടി മരിച്ച ഈശോ. അപ്പോഴേ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അമ്മേ, ഈശോ അമ്മയെപ്പോലെ അമ്മയുടെ അത്രയും സ്നേഹമുള്ള ആളാണോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഡെപ്ത്. ഇതൊരു സംഭവം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മദർ തെരേസ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു സ്വന്തം ജീവൻ കൊണ്ട്.
അപ്പോൾ ഇതുകൊണ്ടാണ് ഇതൊരു പുണ്യമാണ്. ദ മോർ വി ഗിവ് ടു അതേഴ്സ്, എത്രത്തോളം നമ്മൾ സ്വയം ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഈ സംതൃപ്തി നമ്മളിൽ വരും, ശൂന്യത നമ്മളിൽ നിന്ന് അകന്നു പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടോ? ഒരു സംശയം സാറേ, ആ നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്വയം ദാനമായിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഒരിക്കലും നമുക്കൊരു പൂർണ്ണമായൊരു സന്തോഷമോ ഒരു സംതൃപ്തിയോ നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാറില്ല. വെരി ഗുഡ്. ശരിയല്ലേ? ഈ ചോദ്യം വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യമല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണെന്ന് വിചാരിച്ചോ? ഓക്കെ, അഭിഷേക് സ്കൂളിൽ പഠിക്കുമ്പം അഭിഷേകിൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചിന്ത എന്താ? സന്തോഷം കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ കാര്യം അഭിഷേകിൻ്റെ മാതാപിതാക്കളും മറ്റുള്ളവരും പറയുന്നത് എന്താണ്? ഒരു നല്ല ജോലിക്കാരനാവണം. അല്ല, അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്നതേ ഉള്ളൂ, നമ്മൾ പാസ്സാവണം, നല്ല മാർക്കോടെ വിജയം. എത്രാം ക്ലാസ്? 10ാം ക്ലാസ്. ഓരോ ക്ലാസ്സും കഴിഞ്ഞ് 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സാകണം. 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി റാങ്കോടുകൂടി അഭിഷേക് പാസ്സായി. അത് കഴിയുമ്പോൾ എന്താണ് അഭിഷേകിൻ്റെ മനസ്സിലുള്ള അടുത്ത ചിന്ത? +2 നല്ല മാർക്ക്. +2 നല്ല മാർക്ക് പോട്ട് നല്ല ടോപ്പ് കോളേജിൽ വേണം, ഇല്ലേ? കോളേജിൽ കിട്ടി, അവിടെ റാങ്ക് കിട്ടി, ഒന്നിനും കുറവില്ല. ഓക്കെ, എന്താണ് അടുത്ത ചിന്ത? നല്ലൊരു ജോലി കിട്ടി, ഏറ്റവും ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനിയിൽ ഭയങ്കര സാലറിയോടുകൂടി ഒരു ജോലി കിട്ടി, എല്ലാം കിട്ടുന്നുണ്ട്. എന്താ ഇനി അടുത്ത സ്റ്റെപ്പ്? ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അഭിഷേകിന് നമ്മൾ കൊടുത്തു, വിവാഹവും കഴിച്ചു. എന്താ ഇനി അടുത്തത്? മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഇനി അടുത്തത് എന്താ? കുറേ പിള്ളേർ വേണം. കുറേ പിള്ളേർ. ഓക്കെ, എത്ര? ഒരു 10 പേർ മക്കൾ ഉണ്ടായി, ഏറ്റവും സുന്ദരരായ നല്ല കുഞ്ഞുങ്ങളുണ്ടായി. എന്താ ഇനി അടുത്തത്? അവിടെ കൊണ്ട് നിന്നോ? ഫുൾ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവണം. സെറ്റിലായി, എവിടെ വേണമെങ്കിലും സെറ്റിലായി. അടുത്തത് എന്താ? പിള്ളേരുടെ എഡ്യൂക്കേഷൻ. സ്കൂളിൽ ചേർക്കാറായി, പിള്ളേരെ സ്കൂളിൽ ചേർത്തു, മൂത്ത കൊച്ചിനെ സ്കൂളിൽ ചേർത്തു. എന്താ ഇനി അടുത്തത്? ആളുടെ 10ാം ക്ലാസ്. 10ാം ക്ലാസ്, പിന്നെ അവൻ്റെ കോളേജ്, അവൻ്റെ കല്യാണം, അവന് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകണം. അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പുണ്ടോ? ഇല്ല. ഇതാണ് മനുഷ്യ ജീവിതം. ഇതിനൊരു കാരണമുണ്ട്. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ വലിയ സന്തോഷത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു, വലിയ എക്സ്റ്റസിക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മുടെ എല്ലാം ഡെസ്റ്റിനി അതാ. ഈ തീർത്ഥാടന യാത്രയിൽ ഈ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒരു ചൂണ്ടുപലക മാത്രമാണ്, ഒരു ചെറിയ മുന്നാസ്വാദനം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യരെന്താ ചെയ്യുന്നത്? ഇതാണ് യഥാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ ചുറ്റിക്കിടന്ന് നമ്മൾ പിടിച്ചങ്ങനെ ഇരിക്കും. അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ശരിയായിട്ടുള്ള സന്തോഷമാണോ? കുറേ കഴിയുമ്പോൾ നമുക്ക് ശൂന്യത അനുഭവപ്പെടും. നമ്മൾ എന്ത് കാര്യങ്ങൾ ഈ ലോകത്തിൽ ആഗ്രഹിച്ച് നമ്മൾ നേടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ആ മനുഷ്യൻ ഒരിക്കലും സംതൃപ്തി വരാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് ഇതിൽ നിങ്ങളെ ഒരു പഠനത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് വിഷ്വൽ നോക്കുക. മതബോധന ഗ്രന്ഥം 27ാം പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഒരാൾ വായിക്കാവോ? ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം മനുഷ്യഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സന്തോഷവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. മനുഷ്യൻ നിരന്തരം ഈ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്റ്റെപ്പ്, ലാഡറിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഈ വലിയ സന്തോഷമാണ്. അപ്പം ഇതിനു വേണ്ടിയുള്ള ദാഹം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ തന്നിട്ടാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇത് നമ്മളിൽ അങ്ങ് മുദ്രണം ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ ഒരു ദാഹം, ആർത്തി, ഈ സന്തോഷം. പക്ഷെ നമ്മളെന്താണ് പലപ്പോഴും നമ്മൾ മിസ്ഗൈഡഡ് ആയി പോകുന്നു. സെക്യുലർ കൾച്ചറിൽ ഈ കാണുന്നതൊക്കെയാണ് യഥാർത്ഥ സന്തോഷമെന്ന് പറഞ്ഞ് നമ്മളവിടെ വീണ്ടും അതിനടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ കഴിയുമ്പോഴാണ് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത്. അപ്പോൾ ദൈവം
തന്നിലേക്ക് തന്നെ മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യനെയും ദൈവം കൈവിടുന്നില്ല. വീണ്ടും 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 അവനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള വഴികൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരം വ്യക്തമായല്ലോ തോമസ്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ദൈവത്തിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം കണ്ടെത്തുവാൻ പറ്റുകയുള്ളൂ. വി ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണൽ ഹാപ്പിനെസ്. ഈ ലോകത്തിൽ കാണുന്ന അല്ലറ ഇല്ലറ അല്പസ്വല്പം സന്തോഷങ്ങൾ കൊണ്ട് മാത്രം സംതൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. അതെല്ലാം വെറും ഒരു ഐക്കണാണ്, അല്ലെങ്കിൽ നമുക്കൊരു ചൂണ്ടുപലകയാണ്. ഇതോ വലിയ സന്തോഷം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവം തയ്യാറാക്കി വച്ചിരിക്കുന്ന ചൂണ്ടുപലകകളാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, ഇവൻ ദാമ്പത്യ ധർമ്മത്തിൽ പോലും ഇന്നത്തെ ലോകം സെക്ഷൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൂടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ഇവൻ ദാമ്പത്യ ധർമ്മത്തിൽ പോലും വിവാഹത്തിലൂടെ അവർ ഒരുമിച്ച് വരുമ്പോൾ ആ കിട്ടുന്ന ആ സ്നേഹം, ആ സന്തോഷം, ആ ചെറിയ ഒരു സ്പാർക്ക് ഓഫ് ദ എക്സ്റ്റസി നമ്മുടെ വലിയ എക്സ്റ്റസിയുടെ ഒരു മുന്നാസ്വാദനമാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ളതൊന്നും നമുക്ക് സന്തോഷം തരുവാൻ സാധിക്കുകയില്ല. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. ദൈവത്തിൽ മാത്രമാണ് യഥാർത്ഥ ആനന്ദം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. നമ്മളെ മതബോധന ഗ്രന്ഥം വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. 1725 മതബോധന ഗ്രന്ഥം. ഈ ആഗ്രഹത്തിന് ദൈവികമായ ഉത്ഭവമാണുള്ളത്. ദൈവം അത് മനുഷ്യ ഹൃദയത്തിൽ സ്ഥാപിച്ചു. സന്തോഷം തേടാനുള്ള വലിയ ദാഹം മനുഷ്യ ഹൃദയത്തിൽ ദൈവം സ്ഥാപിച്ചു. അത് നിറവേറ്റുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ്റെ അടുക്കലേക്ക് അവനെ വലിച്ചടിപ്പിക്കുവാനാണത്. തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അവിടെയും ഇവിടെയും വഴിതെറ്റിപ്പോയി ഈ ലോകത്തിൽ കുരുങ്ങിക്കിടന്ന് തന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനായിട്ട് ദൈവം നമ്മളെ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുവാനായിട്ട് തന്നിരിക്കുന്ന വലിയൊരു ശക്തിയാണ് ഈ സന്തോഷത്തിന് വേണ്ടിയുള്ള ദാഹം. വ്യക്തമായോ? അതാണ് യഥാർത്ഥമായ സന്തോഷം. ദൈവം മനുഷ്യ ഹൃദയത്തിൽ നിക്ഷേപിച്ച സന്തോഷത്തിനു വേണ്ടിയുള്ള ആഗ്രഹത്തിന് അവ പ്രത്യുത്തരം നൽകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മിസ്റ്റിക്സിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ ഈ ലോകത്തിൽ തന്നെ അവരാ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ വലിയ ഒരു അനുഭൂതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ദൈവവുമായിട്ടുള്ള യൂണിയൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ, ദൈവം അൾട്ടിമേറ്റ്ലി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മളെ ദൈവവുമായി ഒന്നായിത്തീരണം. ആ വൺ ഫ്ലഷ് യൂണിയൻ. നമ്മൾ ഒരു വ്യക്തി പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പാടില്ല. വ്യക്തമായോ? ഇത് ഈ ചോദ്യം ക്ലിയർ ആയല്ലോ? വെരി ഗുഡ്. ദൈവം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ അദമ്യമായ ഈ ആഗ്രഹം ദൈവത്തെ കൂടാതെ നമുക്ക് ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്തെല്ലാം സന്തോഷങ്ങളുടെ പിറകെ നമ്മൾ പോകുന്നുവോ അവിടെയെല്ലാം നമുക്ക് പരാജയങ്ങളും ശൂന്യതയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ. വിശുദ്ധ അഗസ്റ്റിൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. എന്താണ്? ദൈവമേ, അങ്ങേയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ അസ്വസ്ഥമായിരിക്കും. ദൈവമേ, അങ്ങേയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ഹൃദയം അങ്ങയിൽ എത്തിച്ചേരുന്നതുവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഈ ലോകം മുഴുവനും എൻ്റെ പേരിൽ എഴുതി വെച്ച് തന്നാലും എനിക്ക് സന്തോഷം കിട്ടത്തില്ല. അതാണ് സന്തോഷത്തിൻ്റെ കീ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ സങ്കീർത്തകനാണ്. നമുക്ക് വിഷ്വലിലേക്ക് വീണ്ടും നോക്കാം. എന്താണ് സങ്കീർത്തകൻ അവിടെ പറഞ്ഞത്? അങ്ങനെക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നു. അങ്ങയുടെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ പുറകെ എന്തിനെല്ലാം സന്തോഷത്തിന് വേണ്ടി പരക്കം പാഞ്ഞോ അതെല്ലാം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് അങ്ങയുടെ കയ്യിലാണ് ശാശ്വതമായ സന്തോഷം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗ്യമുള്ള ജനത എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള വ്യക്തികളാണ്. എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഈ സത്യം മനസ്സിലായി. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായി വലിയ കൃപ ഇതാണ്, ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള ആ ദാഹത്തിന് വേണ്ടിയിട്ടുള്ള കൃപ. അത് നമ്മൾക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരായി നമ്മൾ മാറുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും വേറെ സംശയങ്ങളോ ചോദ്യങ്ങളോ നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ഈ സന്തോഷം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ഈ ഒരു ദാഹം, സന്തോഷത്തിന് വേണ്ടിയുള്ള ദാഹം എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? ദൈവത്തിലേക്കുള്ള യഥാർത്ഥമായ ഒരു കൂടിച്ചേരൽ, അതായത് യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു സന്തോഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത്. അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചൂണ്ടുപലകയാണ്. അതെ, നമുക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വലിയ സന്തോഷം നമുക്ക് ലഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയാണ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം നമ്മളിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്താ അവിടെ ചോദ്യം? എന്താ ഒരു ഡൗട്ട്? ആകട്ടെ. അപ്പം സാറ് പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞൊരു വെർച്വു ആണെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാ സന്തോഷവും ഈ വെർച്വയിൽ പെടുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നത്തെ ലോകം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ എല്ലാ സന്തോഷങ്ങളും ഇങ്ങനെ ദൈവത്തിൽ നമ്മളെ എത്തിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ അത് വെർച്യു, അത് എന്താണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷമെന്ന് നമ്മൾ കാണുകയായിരുന്നു. എന്താണ് സന്തോഷം? അതൊരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. എങ്ങനെയാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്? നമ്മൾ എത്രയും കൂടുതൽ ഹ്യൂമൻ പേഴ്സൺ ആകുമ്പോഴാണ് ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുന്നത്. നമ്മൾ മദർ തെരേസയുടെ എക്സാമ്പിൾ പറഞ്ഞു. എത്രത്തോളം മറ്റുള്ളവർക്ക് തന്നെ കൊടുത്തോ അത്രത്തോളം കൂടുതൽ സംതൃപ്തി ആ വ്യക്തിക്ക് ലഭിച്ചു. പക്ഷേ എങ്കിൽ ഞാൻ ഇവിടെ ചോദിക്കട്ടെ, ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരു മദ്യപാനം അല്ലെങ്കിൽ വേറൊരു ലൈംഗിക ആസക്തി, ജഡീക ആസക്തി, ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെ പല പല പാവങ്ങൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ സ്വയം ദാനമായി എല്ലാം മറന്ന് സ്വാർത്ഥത മറിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു പുണ്യമായിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലസ്റ്റ്. സ്വന്തം ലസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി സ്വാർത്ഥതയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു ചൂണ്ടുപലകയായിട്ട് നമുക്ക് ഈ യഥാർത്ഥ സന്തോഷം പോലെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെന്താ നമ്മൾ പഠിച്ചത്? ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളെല്ലാവരും സന്തോഷത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും ഈ സന്തോഷത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും, ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു ചെറിയ എക്സാമ്പിളാണ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു? സന്തോഷം തേടി സന്തോഷത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത, തെറ്റായ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ചുങ്കക്കാരും പാപികളും വേശ്യകളും ആരും സമൂഹം ദുഷിച്ച് തള്ളിക്കളഞ്ഞവരുമൊക്കെ സന്തോഷത്തിനു വേണ്ടി പരക്കം പാഞ്ഞു, പലതിൻ്റെയും പിന്നാലെ പോയി. അവർക്ക് മനസ്സിലായി ഇതാ സന്തോഷം അതിലൊന്നും കിട്ടുകയില്ല. അപ്പോൾ അവർ കേട്ടു, ഇതാ നസ്രാനായ യേശു, അവൻ നമുക്കൊരു വലിയ സന്തോഷം, അത് മനസ്സിനും ശരീരത്തിനുമൊക്കെ വലിയ സന്തോഷം തരാൻ കഴിവുള്ളവനാണെന്ന്. അങ്ങനെ യേശുവിൻ്റെ ചുറ്റും അവർ ഓടിക്കൂടി. അതാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിനു വേണ്ടിയുള്ള ആളുകളുടെ ആ വലിയ പരക്കം പാച്ചിൽ ചെന്നെത്തുന്നത്. നമ്മളുടെയും ചെന്നെത്തേണ്ടത് അതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും വളരെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത പഠന പരമ്പരകളിൽ, എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം ആകാംക്ഷയോടെ കാത്തിരിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ എന്താണ് ഈറോസ്? നമ്മൾ ഈറോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈറോട്ടിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഈറോസ്?
കത്തോലിക്കാ സഭയുടെ വീക്ഷണത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വലിയ ഡിസയർ ഉണ്ടാകുന്നത്? അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. സെക്ഷൽ ഡിസയേഴ്സ് തെറ്റാണോ? സെക്ഷൽ ഡിസയേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡ് എന്താണ് യഥാർത്ഥത്തിൽ ഈറോസ് ആൻഡ് ഈറോട്ടിക്. John Paul II's Theology of the Body.